കശുവണ്ടി ചുട്ട് തിന്നിട്ടുണ്ടോ? പണ്ടൊക്കെ വേനലവധിക്കാലത്ത് ഇതൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു. വീട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് വൈകിട്ടാകുമ്പോൾ ഉള്ളൊരു പരിപാടി. ഇതിന്റെ രുചി അറിയാവുന്ന നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രുചികളിലൊന്നാണ് കശുവണ്ടി ചുട്ട് തീറ്റ. പണ്ടൊക്കെ തൊടിയിൽ സുലഭമായിരുന്ന കശുമാവ് ഇപ്പോൾ ഓർമ്മയാണ്. ബന്ധുവീട്ടിൽ നിന്ന് കുറച്ച് കശുവണ്ടി കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. കശുവണ്ടി ചുട്ട് കുട്ടികൾക്കും അതിന്റെ രുചി അറിയിക്കണമെന്നൊരു തോന്നൽ. എത്ര നല്ല ക്വാളിറ്റി പാക്കറ്റ് കാഷ്യൂ നട്ടിനും ഇതിന്റെ രുചിയുടെ മുന്നിൽ ഒന്നുമല്ല. ഉണക്കിയ കശുവണ്ടി നിരത്തി അതിന്റെ മുകളിൽ ഓലച്ചൂട്ടും കൊതുമ്പും നിരത്തി തീ കത്തിച്ച് ചുട്ടെടുക്കണം. തീ നല്ലപോലെ ആളിക്കത്തണം. ഇടയ്ക്കിടയ്ക്ക് കമ്പ് കൊണ്ട് ഇളക്കി എല്ലാ കശുവണ്ടിയിലും തീ പിടിപ്പിക്കണം. ഓലച്ചൂട്ടും കൊതുമ്പും എല്ലാം കത്തിത്തീർന്നാലും കശുവണ്ടിയിൽ നല്ലപോലെ തീ പിടിക്കും. ഉള്ളിലുള്ള ഞെട്ട് കരിയാതെ അതിലേക്ക് മണൽവാരി എറിഞ്ഞ് തീ കെടുത്തി. എന്നിട്ടൊരു കമ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിരത്തി തീ അണച്ചു. കശുവണ്ടിക്ക് നല്ല ചൂടുണ്ടേ. നല്ലപോലെ തണുക്കുമ്പോൾ പണി തുടങ്ങാം. നല്ല കനൽ ചൂടായിരിക്കും കശുവണ്ടിക്ക്. കനൽ ചൂട് മാറി ഒന്ന് തണുക്കാൻ വിടണം. ചുട്ട കശുവണ്ടി ഓരോന്നായി എടുത്ത് ഇടികല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു. പൊടിയാതെ പരിപ്പ് ഓരോന്നായി എടുത്തു മാറ്റി ഒരു പാത്രത്തിലേക്കിട്ടു. ന്യൂ ജനറേഷൻകാർ കയ്യൊറയിട്ട ഈ പരിപാടി ചെയ്യുന്നത്. അതിനും കാരണമുണ്ടേ. കശുവണ്ടിക്ക് നല്ല കറയാണേ. ഇത് കയ്യിൽ പറ്റിയാൽ കൈ നല്ല കറുത്ത നിറമാകും. അതിനെ പ്രതിരോധിക്കാനാ ഈ കയ്യൊറ. കശുവണ്ടി ചുടുന്നതിന്റെ വെട്ടം കൊണ്ടാണെന്ന് തോന്നുന്നു കുറെ പ്രാണികൾ വന്നിരിപ്പുണ്ട്. പരിപ്പ് പാത്രത്തിലേക്ക് ഇടുന്നത് മാത്രം കാണാം. മക്കളെല്ലാം ചുറ്റും കൂടി നിന്ന് അത് തീറ്റയും തുടങ്ങി. ഉമ്മ ഒരുവിധം കൊടുത്ത് നൈസായിട്ട് അവരെ പറഞ്ഞു വിട്ടു. കൂടുതൽ നേരം നിന്നാൽ നമുക്കും കിട്ടില്ല. അതാ. കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ട് നമ്മളും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നേ. പാത്രത്തിലാക്കിയ കശുവണ്ടി പരിപ്പ് ഒരു മുറത്തിലേക്കിട്ടു. കൈകൊണ്ട് തിരുമ്മി അതിന്റെ തൊലി കളഞ്ഞു. നല്ല പോലെ പാറ്റിയെടുത്തു. പിന്നെ എല്ലാവരും വട്ടത്തിലിരുന്ന് തീറ്റയും തുടങ്ങി. അതൊരു രസമല്ലേ?